വെൽക്കം ബാക്ക് ടു സിദ്ധുസോടൊപ്പം നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ സ്ട്രീം അല്ല സോറി വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സീരിയസ് ഗെയിം പ്ലേ കുറേ കാലത്തിന് ശേഷമായിട്ട് ഒരു ഗെയിം പ്ലേ വീഡിയോ ആണ്. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ എടുത്ത് പറഞ്ഞ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അതേപോലെ തന്നെ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഞാനൊരു വീഡിയോ ഇട്ടു. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ കുനാ എടുക്കണ്ട, ഫസ്റ്റ് റൗണ്ട് തോക്കൊന്നുമില്ലാണ്ട് കളിക്കാം. മാക്സിമം എനിമീസിൻ്റെ നിന്ന് ഒഴിഞ്ഞൊഴിഞ്ഞ് പൊക്കോ, അല്ലെങ്കിൽ അടിച്ച് ഉറക്കി വിടുവന്മാർ. അപ്പുറത്തെ കുഴപ്പമില്ലാത്ത എനിമീസാണ്. അയ്യോ എൻ്റെ തോക്കില്ല, എന്നെ വെറുതെ വിട്. ഇവിടുന്ന് ഓടി 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 അപ്പോൾ നമ്മളിതേ നൈസിന് നടുക്കെത്തുമ്പോഴേ അടുത്തവൻ നൈസിന് ടാക്സ് വിട്ട് ഇവിടെ ഒതുങ്ങിയിട്ടുണ്ട്. ചെറിയ നെറ്റൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും വിട്ടേക്കണേ. ഇപ്പോൾ ചത്തേനെ. നമുക്ക് പോയി എയർ ഡ്രോപ്പ് എടുക്കാം. എയർ ഡ്രോപ്പ് എടുത്ത് കഴിയുമ്പോൾ ഓക്കെ ഒരു ചിതരിയും കിട്ടി, സൈത്തും കിട്ടി. സൈത്ത് ഫസ്റ്റ് റൗണ്ട് മെയിൻ. ദേ ബീറ്റോ തീർത്തേക്കാം, അവനെ അങ്ങ് തീർത്തുണ്ട്. ഫിനിഷ് മൂവ് ചെയ്ത് കില്ലും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അവൻ്റെ കുലായി കിട്ടി, ഷുറിക്കാൻ കിട്ടി, ഹെവി ഷുറിക്കാൻ കിട്ടി. അവൻ അടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ അടിക്കാ പോയി. എന്താ നെറ്റ് പോയ മോളെ. അപ്പോൾ നൈസിന് നമ്മൾ ഈ റൗണ്ടും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട്. സുഖമായിരുന്നു എടുത്തപ്പോൾ, അത് സുഖത്തിലെടുത്തു. അപ്പോൾ സെക്കൻഡ് റൗണ്ട് നമുക്ക് 2030 ഗോൾസ് കിട്ടി. അതാണ് പറഞ്ഞത്, ഫസ്റ്റ് റൗണ്ട് ഇങ്ങനെ കില്ലെടുത്തിട്ട് ഗണ്ണെടുക്കാതിരിക്കണം. അപ്പം ഇങ്ങനെ കാശ് തോനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ AW പ്ലെയർ ആയതുകൊണ്ട് AW എടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗണ്ണെടുക്കാം. നിങ്ങൾക്ക് AW എടുക്കണമെങ്കിൽ തോക്കൊന്നും എടുക്കാണ്ട് പിന്നെ കളിക്കാം. അപ്പോൾ AW എടുക്കാനുള്ള മണി സെക്കൻഡ് റൗണ്ടിൽ കിട്ടും. അപ്പോൾ ഞാൻ AW കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ AW എടുത്ത് ഇവിടെയാണ് ഇങ്ങനെ ഇരിക്കണം. കുറേ നേരം ഇരുന്നത് വെച്ചാൽ ഒരു 5-6 നമ്മുടെ ടീമത്തെ ഒരു 2-3 പേര്, അപ്പുറത്തെ ടീമിൽ എല്ലാം ചെയ്യണം. അങ്ങനെ ഇരുന്നിട്ട് ഇവിടെ നിന്ന് പയ്യെ സ്നൈപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഇരിക്കണം ഗൈസ്, ഒന്നും അനങ്ങരുത്. അനങ്ങിയവന്മാർ ചിലപ്പോൾ തീർത്തു കളയും നമ്മളെ. ഇടയ്ക്ക് എനിമീസിനെ കാണുമ്പോൾ ഒരു 160 കൊടുത്തോ, ബാക്കി ടീമേറ്റ്സ് നോക്കിക്കോളൂല്ലോ. ജസ്റ്റ് കില്ല് എടുക്കണം. ഇടയ്ക്ക് സ്നൈപ്പ് ചെയ്യണമെന്നൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കണം. അല്ലെങ്കിൽ കിടന്നോട്ടോ, കിടക്കുകയാണെങ്കിൽ അപ്പുറത്ത് സ്നൈപ്പർ പ്ലെയറിനാണെങ്കിൽ സീനില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ, ഞാൻ എന്ത് പറയാനാ. അപ്പോൾ ഗൈസ് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും. അതെല്ലാവരും കണ്ടോ, കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ കളി എടുത്ത് ലാസ്റ്റ് കില്ലെടുക്കാൻ വന്നാൽ ഞാൻ. അപ്പം എന്നാ പോട്ടെണ്ണ. അപ്പോൾ നെക്സ്റ്റ് റൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കില്ലും കാര്യങ്ങളും എടുക്കാത്തതുകൊണ്ട് 1700 കോയിൻസ് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പൈസ കൊണ്ട് ഗ്ലൂ വാള്, ഗ്രനൈഡും കാര്യങ്ങളൊക്കെ മേടിക്കാം. Nobody is promised this way. I'm a little bit just like it the last night. Okay guys, പിന്നെ നമ്മുടെ ലൈവ് സ്ട്രീം കുറച്ച് ദിവസത്തേക്ക് ബാൻ ആയതുകൊണ്ട് കമൻ്റ് ഒന്നും വായിക്കാനോ ലൈവ് സ്ട്രീം ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ലൈവ് സ്ട്രീം ബാനാണ്, വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ബാൻ അൺബാനാണ്. ദേ അവിടെ കൂടെ ഒരുത്തി പോണ്, തീർത്തേക്കല്ലേ. അവളെവിടെ അവളൊന്ന് പൊന്തി വരാതെ എന്താണ്. എവിടെ തീർക്കട്ടെ. അത് അവൾ നോക്കാണ്ട് ഇവിടെ വല്ലതും കാര്യങ്ങൾ നോക്കാം. നോക്കാ. അയ്യോ അവളവിടെ എത്തി. ആടാ അടി പോണില്ല, ഫോൺ പിങ്ങാണ്. ഓക്കെ അവിടെ ചാവുന്നുള്ളു. അവളെ നെഹി ചത്തിട്ടുണ്ട്, ചത്തോളും. നെക്സ്റ്റ് നമുക്ക് ഇപ്പുറത്തേക്ക് ചാടിയിട്ട് അവിടെയുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടെ തന്നെ അയ്യോ 2v3. ഓക്കെ 1v3. ഓക്കെ ലെറ്റ്സ് സ്ട്രൈക്ക് 1v3 ഈസി. വാടാ. അവിടെ അവനെ തീർത്തേക്കാം. നോക്ക് അത് പോയി ചൂടിക്കാൻ വിട്ടു. ഓക്കെ മറ്റേ നോക്ക് പൊക്കിയിടാ. സോണും കറക്റ്റ് ടൈമിൽ തന്നെ സോണും കയറി. ഒന്നും ചെയ്യാനില്ല. സോണിനെ കൊണ്ട് ഭയങ്കര ശല്യം കേട്ടോ. എവിടെ പോയാലും അതെ, വെറുതെ ശല്യം പിടിച്ച് വരും. ഓക്കെ അതിൻ്റെ കോപ്പിലെ റിങ്ങിന് കഴിച്ച ആ റിങ്ങിനുള്ളതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഇവിടെ ഉണ്ടായതിപ്പോൾ. എന്ത് കഷ്ടമാണിത്. നമുക്ക് ഈ റോണേഷന് MP40 എടുക്കാം.
പിന്നെ ചില ആദ്യമായിട്ടാണ് കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ 500 സബ്സ്ക്രൈബേഴ്സിൻ്റെ കിട്ടില്ല ഗീവ് അവേ വരും. ആദ്യം 500 സബ് അടിക്കട്ടെ, എന്നിട്ട് ഗീവ് അവേ ഞാൻ തരും. ഉറപ്പ്, എൻ്റെ വാക്കാണ്. ഗീവ് അവേ ഉറപ്പാണ്. ആദ്യം നമ്മൾ ഈ ഒരു ക്ലോക്ക് ടവറിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുക കുറച്ച് നേരം ഇരുന്നിട്ട് കയറി പോവുക കേട്ടോ. ഇവിടെയൊക്കെ നോക്കി അവന്മാർ റഷേഴ്സാണോ ബ്ലൈൻഡ് റഷേഴ്സാണോ കുത്തിപ്പിടിയാണോ ഒക്കെ അറിയാം. നൈസിന് അറിഞ്ഞിട്ട് പയ്യെ കയറണം കേട്ടോ. ടച്ച് ഉണ്ടെങ്കിൽ ടച്ച് കിട്ടും. എന്നിട്ട് ഇവിടെ കവർ എടുത്തിട്ട് വേണമെങ്കിൽ ഇതേ അവന്മാരോടെ നമുക്കിതെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ടീമേഴ്സ് ഐ ഡിയിൽ അവന്മാർ അടിച്ചു, അതുകൊണ്ട് ഇതിന് സീനില്ല. മറ്റേ പെണ്ണ് ബാക്കിലേക്കൂടെ പോകാൻ ഞാൻ കണ്ടിരുന്നു, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഇടപെടി മെഷീൻ അടി എടാ ഓന്മാർ അവിടെ ഒളിച്ചിരിക്കണ്ടടാ, എനിക്കത് കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ ഇപ്പം പുഷേഴ്സൊക്കെ വന്നോ സീനൊന്നുമില്ല. നമുക്ക് കുറച്ച് ഓക്കെ എൻ്റെ മോനെ കിട്ടില്ലെന്ന് വെച്ചാൽ കിട്ടില്ല. പിന്നെ നമുക്ക് കുറച്ച് CS റാങ്ക് പുഷേഴ്സിന് വേണം. നമുക്ക് പുഷേഴ്സൊന്നും ഇല്ല കേട്ടോ, അതൊരു ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. നമ്മൾ അന്നേ മേലെ ഗ്ലൂഡ് എന്താണ് കാട്ടുന്നത് ഗൈസ്, കളിക്കാനറിയാത്ത നൂബ്. നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ചേരണമെങ്കിൽ ഞാൻ ID കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടില്ല നൈസ് എൻ്റെ മോനെ. പിന്നെ നമ്മുടെ ഇതിൽ ചേരണമെങ്കിൽ കമൻറ്റ് ബോക്സിലുള്ള IDയിലേക്ക് റിക്വസ്റ്റ് അയച്ചാൽ മതി. പിന്നെ 50 ലെവലിന് മേലെ വേണം. റാങ്ക് ഈസ് നോട്ട് എ പ്രോബ്ലം കേട്ടോ. ഓക്കെ, സ്പീഡ് എടുക്കാം, എന്നിട്ട് സ്നൈപ്പ് ചെയ്യാം. മനസ്സിലായില്ലേ? റാങ്ക് ഒരു ഇഷ്യൂ അല്ല, പക്ഷേ ഗെയിം പ്ലേ ആണ് വേണ്ടത്. ഗെയിം പ്ലേ ആവണം. പിന്നെ ക്യാരക്ടർ കോമ്പിനേഷൻ ഞാൻ പറയണമെന്ന് ഇടണം എല്ലാവരും. പിന്നെ മൈക്ക് ഓൺ ആക്കണം. കാണാത്തല്ലോ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വന്നാലും മതി. അപ്പോൾ നമ്മൾ മേലേക്ക് എത്തിയിട്ടുണ്ട്. എവിടെ എടുത്ത് നിൽക്കണം ആളത്? അയ്യോ ചത്ത് അങ്ങനെ അടിക്കുമ്പോൾ സ്കോപ്പ് ചെയ്ത് അടിക്കുമ്പോൾ ഡ്രാഗ് കിട്ടും കേട്ടോ. ഡ്രാഗ് ചെയ്തു, അതൊരു ഇഷ്യൂസ് അല്ല. സ്കോപ്പ് ചെയ്ത് അടിക്കുമ്പോൾ എപ്പോഴും ഡ്രാഗ് ചെയ്ത് നോക്കിക്കോട്ടോ. സ്കോപ്പ് ഡ്രാഗ്. നമ്മൾ പിന്നെ അവിടെ സീനൊന്നുമില്ലാന്ന് കാണുമ്പോൾ ഐസിന് ഒരു ഓപ്പൺ ഏരിയയിലേക്ക് വന്ന് നമുക്ക് കവർ ചെയ്യാം. പിന്നെ അവിടെ സീനില്ലാന്ന് കാണുമ്പോൾ താഴേക്ക് ചാടി നമുക്ക് റഷ് ചെയ്ത് പോകാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിരിക്കും. അയ്യോ പോയി അത് കുമ്മട്ടെ കുമ്മി. അപ്പോൾ നമുക്ക് നൈസിന് മേലെ റിസ്ക് എക്സ്പ്ലോഷർ എവിടെയാ നീട് അവന് പൊട്ടി കളിയെടുത്ത് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ ഒരിക്കലും ബൈ.